നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിന്റെയും വർഷയുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന്റെ അവിടേക്ക് മീര വരുന്നുണ്ട്. മീര വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അങ്ങോട്ട് ഇരുന്നു. പിന്നീട് മീരയായിട്ട് സംസാരിക്കണം. ആ സമയം മീര ചോദിച്ചു, അല്ല എന്തിയെ വർഷയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വർഷ ഡബിങ്ങിന് വേണ്ടി പോയേക്കോ, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലേ? അതെങ്ങനെ ശരിയാവും? വർഷയുടെ ശ്രീകാന്തിന്റെ അല്ലേ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇവരും വർഷ വരാതിരുന്നാലോ? അതൊക്കെ സമയത്ത് വന്നോളൂ, നീ ഒന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. അതൊന്നും നമ്മളുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ, അവര് കൃത്യസമയത്ത് തന്നെ എത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. ഈ സമയത്ത് ശ്രീകാന്തിന്റെ അടുത്തേക്ക് മഹേഷ് വരുന്നുണ്ട്. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് മഹേഷിനോട് പറഞ്ഞു, അതെ സച്ചിയാണ് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ എനിക്കറിയാം, സച്ചി എന്നോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്നോടൊപ്പം ചേർന്ന് നടത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നേരത്തെ വന്നതെന്നൊക്കെ മഹേഷ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിന് ഭയങ്കര ടെൻഷനായി. ശ്രീകാന്ത് ചോദിച്ചു, സച്ചിയേട്ടൻ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? മുമ്പേ വിളിച്ചാ, അതിനുശേഷം വിളിച്ചിട്ടില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, വർഷം കൂട്ടിക്കൊണ്ട് സച്ചി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആൾക്കാരൊക്കെ വന്ന് അക്ഷമരായിട്ട് കാത്തിരിക്കുവാണല്ലോ. കുറെ സമയമായിട്ടും വർഷയെ മാത്രം കാണുന്നില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, ഇതെന്തിയെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചിട്ട് വർഷയെ കാണുന്നില്ലോ, ശ്രീകാന്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഡബിങ്ങിന് പോയതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആൾക്കാർക്കൊക്കെ ഒരു മുറുമുറുപ്പ്. കാരണം ഇന്നത്തെ ദിവസം ഡബിങ്ങിന് പോകേണ്ട കാര്യമുണ്ടോ? ആൾക്കാരെയൊക്കെ ഇവിടെ ക്ഷണിച്ച് വരുത്തിയിട്ട് അവര് ഡബിങ്ങിന് പോയി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് ശ്രീകാന്തിനോട്, എടാ എന്താടാ എത്ര സമയമായത്? ഇതുവരെയായിട്ട് എന്താ വർഷ വരാത്തെന്ന് ചോദിച്ചു. വരൂ അമ്മേ, അവൾക്ക് തിരക്ക് കാണും, അതുകൊണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള ആർക്ക് തിരക്കില്ലെന്ന് ചോദിച്ചു. ഒടുവിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഒക്കെ നടത്തണമല്ലോ. ചന്ദ്രമതിയുടെ ഒരു ഡാൻസ്, ഭരതനാട്യം കാര്യങ്ങളൊക്കെ വെക്കുവാണ്. ചന്ദ്രമതി ഡാൻസ് ഒക്കെ ചെയ്യുവാണ്. കാരണം കുറച്ച് സമയം കൂടെ അങ്ങനെ പോകുവാണെങ്കിൽ ഇപ്പൊ വർഷയെക്കുറിച്ച് ആരും ചോദിക്കത്തില്ലോ. അല്ലാതെ വെറുതെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. അപ്പൊ അവർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഈ സമയത്ത് മഹിമ മധുസൂദനോട് പറഞ്ഞു, എത്ര സമയം മധുവേട്ടാ, ഇതുവരെ ആയിട്ടും വർഷ വന്നിട്ടില്ലോ. അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും കിട്ടുന്നില്ല, ഫോണ് സ്വിച്ച് ഓഫാ. എനിക്ക് തോന്നുന്നു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നേ. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ശ്രീകാന്തിനോട് പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ എന്ത് ഇതിലായിട്ടും വർഷ എത്തിയിട്ടില്ലോ? വർഷ എന്നെ കണ്ടില്ലോ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നിന്നെ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ? അതിപ്പം വർഷ ഇപ്പൊ തന്നെ വരും അങ്കിളെ, അങ്കിളും ആന്റിയും പോയി സമാധാനമായിട്ട് ഇരിക്കുക. എനിക്ക് കുറച്ച് തിരക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് നൈസായിട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറുവാണ്. മധുസൂദനൻ മഹിമയോട് പറഞ്ഞു, ഇവൻ എന്തേലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അത് ചിലപ്പോൾ തോന്നായിരിക്കും, അവള് ഡബിങ് എന്ന് പറഞ്ഞാൽ കിടന്ന് മരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അവളിന്ന് പോയത്. ഡബിങ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സീരിയൽ മുടങ്ങുമെന്ന് ഓർത്തിട്ടായിരിക്കും. സാരമില്ല, കുറച്ച് സമയം കൂടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ പോയി സീറ്റിലിരുന്നു. ഈ സമയം സച്ചിൻ രേവതിയും കൂടെ വർഷേനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുക. അവർ നേരെ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് വന്നു. അവിടെ ചെന്ന് അയാളുടെ സൗണ്ട് എഞ്ചിനീയറോട് വർഷ ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതിന് വർഷയൊന്നും വന്നില്ലല്ലോ. വന്നില്ലേ? അതെ, ഇന്ന് ലീവ് പറഞ്ഞിരിക്കുവായിരുന്നല്ലോ. ലീവാ? അതെ, ഇന്ന് ലീവ് പറഞ്ഞിരിക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വർഷ ഇത് എങ്ങോട്ട് പോയി? ആ സമയം രേവതി ചോദിച്ചു, അല്ല വർഷ വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വേറെ സ്ഥലത്തൂടെ ഡബ് ചെയ്യാൻ പോവാറുണ്ടെന്ന് പറഞ്ഞു. അതെവിടെയാ? അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. നിങ്ങൾ അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുക, ചിലപ്പോൾ അവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി സച്ചിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി അവിടെ കാണുമായിരിക്കും ഇല്ലേന്ന് ചോദിച്ചു. കാണുമായിരിക്കും സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് സച്ചി രേവതി സമാധാനിപ്പിച്ചു. ഈ സമയത്ത് ശ്രുതിയും കൂടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ശ്രുതി ചോദിച്ചു, എടാ എന്താടാ അത്? ഇതുവരെയായിട്ട് എന്താ വർഷ വരാത്തെന്ന് ചോദിച്ചു. അത് പിന്നെ വർഷയ്ക്ക് തിരക്കാണ് ശ്രുതിയേട്ടാ. തിരക്ക്? എടാ ഒന്നാം തന്നെ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ആളാ ഞാൻ. ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നല്ലേ, കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവരെയൊക്കെ മാനേജ് ചെയ്യണം. ഞാനവിടെ വേണ്ട, എന്നിട്ട് പോലും നിനക്ക് വേണ്ടിയിട്ട് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ എന്ന് കരുതിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. എന്നിട്ട് ഇതുവരെയായിട്ടും അവരെ കണ്ടിട്ടില്ല. അവരെവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ വരും ശ്രുതിയേട്ടാന്ന് പറഞ്ഞു. വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സമയമായാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ശ്രുതി പറഞ്ഞു, അല്ല വർഷയുമായിട്ട് എന്തെങ്കിലും വലിയ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ഇഷ്യൂസ്? ഒന്നുമില്ലാന്നേ, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല. അവളിപ്പോ തന്നെ വരും. ശരി എന്നും പറഞ്ഞിട്ട് അവരും കൂടെ മാറുമ്പത്തേനും അച്ഛമ്മ വന്നു. അച്ഛമ്മ വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എടാ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെ തുറന്നു പറ, എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ, അവൾ ഡബിങ്ങിന് പോയതേക്കുമല്ലേ, അവൾ റെഡി ആയിട്ടേക്കില്ലേ വരത്തുള്ളൂ എന്ന് ചോദിച്ചു. അല്ല കുറെ സമയമായി ഇപ്പൊ വരും എന്ന് പറഞ്ഞോണ്ടേ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് മടുത്തു, അതുകൊണ്ടാ.
ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ ധൈര്യമായിട്ട് ഇരിക്കുക വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചു. പക്ഷെ ശ്രീകാന്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല വർഷ വരുമെന്ന്. വർഷ വന്നില്ലെങ്കിൽ വിളിച്ചോടെ മുന്നിൽ താൻ നാണം കിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നീട് ശ്രീകാന്ത് എന്ത് ചെയ്ത് സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ വിളിച്ചിട്ട് സച്ചിയേട്ടാ അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, അവളെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. എടാ നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറഞ്ഞ അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്ന്. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് അവളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക, അധികം വൈകാതെ അവളെ കൂട്ടിക്കൊണ്ട് വരും, നീ സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും കേട്ടിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ശ്രീകാന്തിന്. കാരണം ഇനി വർഷം എവിടെ പോയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അതുകൊണ്ട് അതിനായ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സച്ചിൻ രേവതിയും കൂടെ അടുത്ത ഡബിങ് സ്റ്റുഡിയോയിലേക്ക് വന്നു. അവിടെ ചെന്നിട്ട് വർഷയെക്കുറിച്ച് ചോദിക്കണം. അപ്പോഴേക്കും അവർ പറഞ്ഞു വർഷ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മുമ്പ് വന്ന് ഡബ് ചെയ്തിട്ട് പോയി. ഒരു 10 മിനിറ്റത്തെ കേസ് ഉണ്ടായിരുന്നുള്ളൂ, 10 മിനിറ്റും കൊണ്ട് തീർത്ത് പോയെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോയെന്ന് വല്ല അറിയാവോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ ഉണ്ടായ സൗണ്ട് എഞ്ചിനീയറോട് ഒരു വക്കീലിനെ കുറിച്ച് ചോദിക്കുന്ന കേട്ടു. വക്കീലിനെ കുറിച്ചോ? അതെ, നല്ല വക്കീൽ ഏതാന്നൊക്കെ ചോദിക്കുന്ന കണ്ടു. ഡിവോഴ്സിന് പറ്റിയത് ഏതോ ഫ്രണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആണത്രേ. ഫ്രണ്ടും അവന്റെ ഭാര്യയും കൂടെ ഡിവോഴ്സ് ആകാൻ പോവാന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വക്കീലിന്റെ നമ്പരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അല്ല ഈ പറയുന്ന വക്കീലിന്റെ വീട് ഇവിടെ എങ്ങനെയാന്ന് വല്ല അറിയാവോ? ഏത് വക്കീലിനെ കുറിച്ച് അന്വേഷിച്ചെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഒടുവില് അവരവർക്ക് അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ്. പിന്നീട് സച്ചിൻ രേവതിയും കൂടെ ആ വക്കീലിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇനി ഒരു പക്ഷെ അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ ഉണ്ടെങ്കിൽ അവിടെ നാളും കൂട്ടിക്കൊണ്ട് പോകലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറെ സമയം കൂടെ കഴിഞ്ഞുപോയി. ഇതുവരെയായിട്ടും വർഷം വന്നിട്ടില്ല. ശ്രീകാന്തിന്റെ അടുത്തേക്ക് മധുസൂദനും മഹിമയും കൂടെ വന്നു. എന്നിട്ട് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യണം. സത്യം പറ, ഞങ്ങളൊന്നും ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ നേരത്തെ വന്നേനം എൻ്റെ മോള്, അല്ലെങ്കിൽ ഇത്ര താമസിക്കുന്നൊന്നും അല്ലാന്ന് മഹിമ പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആൻറ്റി, അങ്ങനെയൊന്നുമില്ലെന്ന് നീ പറയണ്ട. എനിക്ക് അവളുടെ സ്വഭാവം നന്നായിട്ടറിയാം. അവൾ എൻ്റെ മോളല്ലേ. ഇതിനു മുമ്പ് ഒരു ബർത്ത്ഡേക്ക് അവളുടെ അച്ഛനുമായിട്ട് എന്തോ നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി. എന്നിട്ട് അവളൊരു പോക്ക് അങ്ങോട്ട് പോയി. പിന്നെ അവൾ വന്ന എപ്പോഴാണെന്നറിയോ? ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അതിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ട്. അവളുടെ സ്വഭാവം അങ്ങനെയാ. അവൾക്ക് ദേഷ്യമോ സങ്കടമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളൊരു പോക്കം കൂടെ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആൻറ്റി, അങ്ങനെ ഒരു പ്രശ്നമില്ല. അവളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. അത് നിങ്ങളോട് പോയി ഇരിക്കാനൊക്കെ പറഞ്ഞു. ശ്രീകാന്തിന്റെ ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ ആ വക്കീലിന്റെ ഓഫീസിലേക്ക് ചെല്ലുവാണ്. ചെല്ലുമ്പോൾ പുറത്തെ ചെയറിൽ വർഷ ഇരിക്കുന്നുണ്ട്. സച്ചിയേട്ടാ നിങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങ് ചെന്നിട്ട് വർഷനെ വിളിക്കുമ്പോഴത്തേനും വർഷ ഞെട്ടി എഴുന്നേറ്റ് അവരെ നോക്കണം. അല്ലെ നിങ്ങളെന്താ രണ്ടുപേരും ഇവിടെ എന്ന് ചോദിച്ചു. അല്ല നീ എന്താ വർഷ ഇവിടെ? ഇവിടെയാണോ ഇപ്പൊ നിനക്ക് ഡബിങ്ങിന്? സച്ചി ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ വക്കീലിനെ കാണാൻ. മനസ്സിലായി, വക്കീലിനെ കാണാൻ വന്നാന്ന്. എന്നിട്ട് വക്കീലിനെ കണ്ടോ? ഇല്ല, വക്കീൽ എത്തിയിട്ടില്ല, ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു നന്നായി, 10 മിനിറ്റ് ലേറ്റ് ആവുന്ന, അല്ലായിരുന്നെങ്കിലോ ഇപ്പൊ പലതും ഇവിടെ സംഭവിച്ചാനെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വർഷ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നേന്ന് ചോദിച്ചു. എന്തിനാന്നോ, ഇതേപ്പം നന്നായത്, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിലെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നേ, അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. ശ്രീകാന്ത് നീ എന്താ വർഷ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് രേവതി. അപ്പോഴേക്കും വർഷ പറഞ്ഞു എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതെന്താ ആഘോഷിക്കാൻ താല്പര്യമില്ലാത്ത? വേണ്ട, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയണേ? നീ കാര്യം എന്ന് വെച്ചാൽ പറ എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു സച്ചേട്ടൻ അറിയാവോ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പോലും ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാ. ഡിവോഴ്സിനോ? അതെ. രേവതി പറഞ്ഞു ഇതെന്താ വർഷേ, കുട്ടിക്കളിയാന്നോർത്താണ് ഇരിക്കുന്ന ഡിവോഴ്സ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും. നിങ്ങൾക്ക് ശ്രീകാന്തിന്റെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാ. ശ്രീകാന്ത് ആള് ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാന്ന് പറഞ്ഞു. എന്ത് കണ്ടെന്ന്? ഞാൻ അവനെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രിയ എന്ന് പറയുന്ന പെണ്ണിനെ എടുത്ത് കയ്യിലിട്ട് അവന് കയ്യിലെടുത്തോണ്ട് നടക്കുന്ന ആ കാഴ്ച, അത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അവന്റെ മുഖത്തെ ഭാവമൊക്കെ ഒന്ന് കണ്ടതായിരുന്നു. എന്നെ കല്യാണം കഴിച്ചിട്ട് അവളോടൊപ്പം ഇങ്ങനെ നടക്കാനാണ് പിന്നെ എന്നെ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇനി അവനോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ ബന്ധം പിരിയാൻ ഞാൻ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സച്ചിയും ദേവതയും കൂടെ ചിരിക്കുവാണ്. അല്ല നിങ്ങൾ എന്തിനാ ചിരിക്കണേ? ആ സമയം സച്ചി ചോദിച്ചു നിനക്ക് ചോദിക്കാൻ വരായിരുന്നോ എന്തായിരുന്നൊക്കെ? നീ ചോദിച്ചോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല, അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇനി അവനും ഞാനും കൂടി ഒന്നിച്ചു പോകുന്നു തോന്നില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തി പറയാണ് ശ്രീകാന്തിനെ. ആ സമയം സച്ചി പറഞ്ഞു ഇവിടെ ആ വർഷം നിനക്ക് തെറ്റുപറ്റിയത്, നീ എന്താ ഏതാന്നൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് ചാടി അങ്ങോട്ട് കയറി ചെന്നു.
നിനക്കൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ അങ്ങനെ രംഗം കണ്ടുകഴിഞ്ഞപ്പോൾ എന്താ എന്തുകൊണ്ടാന്നൊക്കെയുള്ള ഈ പറയുന്ന ശ്രീകാന്ത് എനിക്ക് നന്നായിട്ടറിയാം. അവന് അച്ഛൻ്റെ പാത പിന്തുടരുന്നവനാണ്. അച്ഛൻ്റെ സ്വഭാവമൊക്കെയാ. അവൻ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. അവന് വഴിവിട്ട ബന്ധമൊന്നും ഇല്ലതാനും. പക്ഷേ നീ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, വേണ്ട, ഇനി ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, പറയാതെ എങ്ങനെ ശരിയാന്നേ? പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം. ശ്രീകാന്ത് പ്രിയാനെ എടുത്ത് എന്തിനാന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ഇല്ല ആ എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ നീ ചോദിക്കണ്ടായിരുന്നോ? പിന്നീട് രേവതി ആ കാര്യങ്ങൾ പറയണേ. പ്രിയ തെന്നി വീണതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോയത് കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും വർഷ പറഞ്ഞു, എങ്കിൽ പിന്നെ അവൻ്റെ നേരത്തെ എന്നോട് പറയാൻ മേലായിരുന്നോ? ഞാൻ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അതിന് നീ ഒന്ന് നിന്ന് കൊടുത്തിട്ട് വേണ്ടേ? വിളിച്ചിട്ട് നീ ഫോൺ എടുത്തോ? പിന്നെ അവിടെ നിന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അപ്പം തന്നെ ഓടി പോവുകയും ചെയ്തില്ലേന്ന് പറഞ്ഞു. ഷോ തെറ്റെൻ്റെ ഭാഗത്താ. ഷോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയ്ക്ക് ആപ്പാ ടെൻഷനായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ നോക്കണം. നിനക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് പറഞ്ഞു. പാവ ശ്രീകാന്ത്, അവൻ്റെ വിഷമം അവനെല്ലാം അറിയത്തുള്ളൂ എന്നൊക്കെ സച്ചിയും പറഞ്ഞു. അങ്ങനെ അവര് പുറപ്പെടുവാണ്. ഇതേ സമയത്ത് ഓഡിറ്റോറിയത്തിൽ ചന്ദ്രമതി രവീന്ദ്രനും കൂടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്ന് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യണം. എന്തിയടാ അവള് ഇതുവരെയായിട്ട് വന്നില്ലോ? എത്ര സമയം കാത്തിരിക്കുന്നേ? വന്നവർക്കൊക്കെ പോകണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മധുസൂദനും മഹിമയും കൂടെ എഴുന്നേറ്റ് വന്ന് അവരും വലിയ പ്രശ്നം ഉണ്ടാക്കുവാണ്. എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് സത്യം പറഞ്ഞു. എൻ്റെ മോളെ നീ എന്നാ ചെയ്തേ? ഇതുവരെയായിട്ടും എൻ്റെ മോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല, കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോലുമില്ല. സത്യം പറഞ്ഞു, അല്ലെ ഇപ്പം തന്നെ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൃത്യ സമയത്താണ് വർഷയെ രേവതി സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ശ്രീകാന്ത് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീകാന്ത് മനസ്സിലായി സച്ചിയേട്ടൻ രേവതിയും കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് വന്നാന്നുള്ള കാര്യങ്ങൾ. വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹിമ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ മോളിത്? എത്ര സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നീ ഇത് എവിടെയായിരുന്നു? നിനക്കിത് എന്ത് പറ്റിയെന്ന് നമുക്ക് ചോദിച്ചു. ഓ എൻ്റെ അമ്മേ, ഈ ഡ്രസ്സ് ഒന്ന് തയ്ച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന. ഈ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി കുറച്ച് സമയം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ കോളൊന്നും എടുക്കാതിരുന്നതെന്ന് പറഞ്ഞു. പുതിയ ഡ്രസ്സൊക്കെ ഇട നല്ല അടിപൊളി വേഷത്തിലായിരുന്നു വർഷം അപ്പോൾ വന്നിരുന്നേ. ആ സമയം രേവതി സച്ചിനെ നോക്കി. പിന്നീട് സച്ചി ശ്രീകാന്തിനോട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, നീ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാനായിട്ട്. അങ്ങനെ ശ്രീകാന്ത് ഡ്രസ്സൊക്കെ മാറ്റാൻ പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.